ഹലോ ഡിയേഴ്സ്, നാളത്തെ ഓണം എക്സാമിന് പോകും മുമ്പ് നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്കതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ്. റെഡിയാണല്ലോ? അപ്പോൾ ഈ ട്രയാങ്കിളിലെ ഒരു ഇന്നർ ആംഗിളും തന്നിട്ടുണ്ട്, ഒരു ഔട്ടർ ആംഗിളും തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ആംഗിളുകൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ആംഗിള് 35 ഡിഗ്രിയാണ്. ഇവിടെ ഈ ആംഗിള് 105 ഡിഗ്രിയാണ്. ഒരു ഇന്നർ ആംഗിൾ, ഒരു മൂലയിലുള്ള ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 105 ആണെങ്കിൽ ഈ ആംഗിൾ കാണാൻ 180 നിന്ന് 105 കുറച്ചാൽ മതി. ആൻസർ 75 ഡിഗ്രി. ആൻസർ 75 ഡിഗ്രി. ആ രണ്ട് ആംഗിൾ കൂട്ടിയാൽ എത്രയാ? 180 ഡിഗ്രിയാണ്. അത് നമുക്കറിയാം. അപ്പം ഇത് 75 കിട്ടി. ഇനി ഇത് 35 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? ഇത് 35 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ മക്കളെ? ഒന്നും നോക്കണ്ട. 180 മൈനസ് 35 ചെയ്താൽ 145 ഡിഗ്രി അല്ലേ? 145 ഡിഗ്രി. അടുത്തത് ഇത് 35ഉം ഇത് 75ഉം കൂട്ടിയാൽ എത്രയാ? 35ഉം 75ഉം കൂട്ടിയാൽ എത്രയാ? 35ഉം 75ഉം കൂട്ടിയാൽ 110. ശരിയല്ലേ? 110 ഡിഗ്രി. അത് 110 ഡിഗ്രിയാണ്. അതിലൊരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. ഈ രണ്ട് ആംഗിൾ കൂട്ടിയാൽ അതായിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്. നോക്കിക്കോ, ഇത് 110 ആണെങ്കിൽ ഇവിടെ ഉള്ളിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി. നിങ്ങൾ നോക്ക്, 35ഉം 75ഉം കൂടെ കൂട്ടിയാൽ 110, 110ഉം 70ഉം 180. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ഇന്നർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ മൂലയിലുള്ള ഔട്ടർ ആംഗിൾ കിട്ടും. ഓക്കെ, 70ഉം 75ഉം കൂട്ടിയാൽ എത്രയാ? 145. ശരിയല്ലേ? 35ഉം 70ഉം കൂട്ടിയാൽ എത്രയാ? 105 ഡിഗ്രി. ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ചോദ്യം ഞാനിതാ സിമ്പിളായിട്ട് തരുന്നു. എല്ലാ ഔട്ടർ ആംഗിളും നിങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ ഒരു ആംഗിൾ 70 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ മക്കളോട് പറയാണ് 60 ഡിഗ്രിയാണ്. 70, 60. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയാടാ? മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി അല്ലേ? ശരിയല്ലേ? അപ്പോഴല്ലേ കൂട്ടിയാൽ 180 വരിക? യെസ് ഓർ നോ? ഇത് 50 ഡിഗ്രി. യെസ് ഓർ നോ? അപ്പോഴല്ലേ കൂട്ടിയാൽ 180 ഡിഗ്രി വരിക? അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ചുമ്മാ പറഞ്ഞേ. 60 ആണെങ്കിൽ ഇവിടെ 120. കാണാൻ സിമ്പിളാണ്. ഈ 50ഉം 70ഉം കൂടെ കൂട്ടിയാൽ മതി, ഇവിടെ ആംഗിൾ കിട്ടും. ഓക്കെ, രണ്ട് ട്രിക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 180 നിന്ന് ഈ 60 കുറയ്ക്കാം. അങ്ങനെയും ചെയ്യാം. രണ്ട് രീതി ചെയ്താലും ആൻസർ ശരിയാണ്. ഇനി ഇവിടെ 150 ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 130 ഡിഗ്രി വരും. അപ്പോഴല്ലേ കൂട്ടിയാൽ 180 വരിക? ഇത് 130. ശരിയല്ലേ? ഇത് 70 ആണെങ്കിൽ ഈ ആംഗിൾ 110 ഡിഗ്രി. അപ്പോഴല്ലേ 180 വരിക? സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ആംഗിൾ നിങ്ങൾക്ക് തരികയാണിത് 100 ഡിഗ്രി. ഇത് 100 ഡിഗ്രി. ഈ ആംഗിൾ നിങ്ങൾക്ക് തരികയാണ് എക്സ് ഡിഗ്രി. ഈ ആംഗിൾ എക്സ് ഡിഗ്രി. ഓക്കെ ആണ്. അതുപോലെ ഈ ആംഗിൾ നിങ്ങളോട് പറയാണ് 4x പ്ലസ് 10 ആണ്. 4x പ്ലസ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതാണ് ചോദ്യം. എക്സ് എത്രയാ? ഈ ആംഗിൾ എക്സ് എത്രയാ? നമുക്ക് എക്സും 4x പ്ലസ് 10ഉം അതുപോലെ 100ഉം കൂടെ കൂട്ടിയാൽ എല്ലാ ഔട്ടർ ആംഗിളും ആയല്ലോ. എക്സ് എന്ന് പറയുന്നത് ഒരു ഔട്ടർ ആംഗിള്, 4x പ്ലസ് 10 എന്ന് പറയുന്നത് മറ്റൊരു ഔട്ടർ ആംഗിള്, പിന്നെയോ 100 എന്ന് പറയുന്നത് മറ്റൊരു ആംഗിള്. അതായത് പോളിഗൺസുമായിട്ട് നമുക്ക് ഏത് ചാപ്റ്ററിനെ കണക്ട് ചെയ്യാം? നമുക്ക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിനെ കണക്ട് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഐഡിയ വെച്ചിട്ട് എക്സ് സോൾവ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെ ചെയ്യൂടാ? സിമ്പിളായിട്ട്
വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. എക്സും 4x 5x, ശരിയല്ലേ? എക്സും 4x 5x. അതിനോട് നമ്മൾ 10ഉം 100ഉം കൂടെ കൂട്ടിയാൽ 110, കൂട്ടിക്കഴിഞ്ഞാൽ 360, ശരിയല്ലേ? 360, നോ ഡൗട്ട് 360 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം, 5x + 110, നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. 5x + 110 360 ആണെങ്കിൽ നിങ്ങൾ പറ, 5x എത്രയാ? 5x എന്ന് പറയുന്നത് 360 - 110, ശരിയല്ലേ? പ്ലസ് 110 അങ്ങോട്ട് പോകുമ്പോൾ -110, ദാറ്റ് ഈസ് 250. 5x എന്ന് പറയുന്നത് 250. 5x 250 ആണെങ്കിൽ എക്സ് എത്രയാണ് മക്കളെ? എക്സ് എന്ന് പറയുന്നത് 250 ഡിവൈഡഡ് ബൈ 5 ആണോ? 250 ഡിവൈഡഡ് ബൈ 5. 250നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 ഡിഗ്രി. എത്രയാ? 50 ഡിഗ്രി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, സംശയമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഒരു തെളിയിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. വൈ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ എഴുതണം. ഇതിലെ ഈക്വൽ ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ AMP ഈക്വൽ ടു ദ സൈഡ് ഓഫ് ട്രയാങ്കിൾ BMQ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ APയും BQയും ഈക്വലുമാണ്, പാരലലുമാണ്. AP എന്ന് പറയുന്ന സൈഡ് BQന് തുല്യവുമാണ്, സമാന്തരവുമാണ്. ശരിയല്ലേ? AP എന്ന് പറയുന്ന സൈഡ് BQന് ഈക്വലുമാണ്, പാരലലുമാണ്. നമുക്ക് AP എന്ന് പറയുന്ന വര BQ, ഓക്കെ, അത് രണ്ടും സമാന്തരവും തുല്യവുമായ രണ്ട് വരകളാണ്. APയും BQ. അതായത് AP ഈസ് പാരലൽ ടു BQ ആൻഡ് AP ഈസ് ഈക്വൽ ടു BQ തന്നിട്ടുണ്ട്. നോക്കണേ, AP എന്ന് പറയുന്നത് പാരലൽ ടു BQ ആണ്, AP ഈസ് ഈക്വൽ ടു BQ. അത് തന്നിട്ടുണ്ട്, അത്രയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം എന്താണെന്നറിയോ? ഈ ആംഗിൾ A എന്ന് പറയുന്നതും ആംഗിൾ B എന്ന് പറയുന്നതും ഈക്വൽ അല്ലേ? ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ അല്ലേ മക്കളെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ്, ശരിയല്ലേ? ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ ആൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ? ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ അതിനെ മലയാളത്തിൽ നമ്മൾ പറയും മറുകോണുകൾ, ശരിയല്ലേ? അത് തുല്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത, ശരിയല്ലേ? രണ്ട് ലൈൻ പാരലൽ. അവിടെ ഒരു Z കാണുന്നുണ്ടോ നിങ്ങൾ? Zൻ്റെ ഉള്ളിലുള്ള ആംഗിൾ, ശരിയല്ലേ? Zൻ്റെ ഉള്ളിലുള്ള ആംഗിൾ സെയിമാണ്, ശരിയല്ലേ? സംശയം ഉണ്ടോ അതിൽ? ഇവിടെ Z തിരിച്ചിട്ടല്ലേ കാണുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ അല്ലേ രണ്ടെണ്ണം, സെയിമാണ്. അതേപോലെ ആംഗിൾ P എന്ന് പറയുന്നത് ആംഗിൾ Qന് ഈക്വൽ ആണ്. റീസൺ സെയിം, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ Pയും ആംഗിൾ Qയും, ശരിയല്ലേ? അപ്പോൾ ഒരു സൈഡും അതിൻ്റെ അറ്റത്തുള്ള രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ എന്താണ്? ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് therefore ട്രയാങ്കിൾ APM is equal to ട്രയാങ്കിൾ APM എന്ന് പറയുന്ന ട്രയാങ്കിൾ ആർക്ക് ഈക്വലാ? BQM-ന് ഈക്വലാണ്. രണ്ടും തുല്യ ത്രികോണങ്ങളാണ്. കണ്ടില്ലേ? ഒരു സൈഡും അറ്റത്തുള്ള രണ്ട് ട്രയാങ്കിളും ASA ക്രൈറ്റീരിയ അല്ലേ? ASA അനുസരിച്ച് നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. സെറ്റ് ആണല്ലോ, സംശയമല്ല. ഇനി ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതിൽ തന്നെ ആംഗിൾ Pൻ്റെയും ആംഗിൾ Qൻ്റെയും ഓപ്പോസിറ്റുള്ള സൈഡ് ഏതൊക്കെയാ? AM-ഉം BM-ഉം, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം therefore AM is equal to BM. ശരിയാണോ? AM-ഉം BM-ഉം എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ PM-ഉം QM-ഉം ഈക്വൽ ആണ്.
പി എം ആൻഡ് ക്യു എം ആർ ഈക്വൽ. ശരിയല്ലേ? പി എം എന്ന് പറയുന്നതും ക്യു എം എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ആംഗിൾ എൻ്റെയും ആംഗിൾ ബിൻ്റെയും ഓപ്പോസിറ്റിലുള്ള സൈഡുകൾ പി എമ്മും ക്യു എമ്മും. നോക്കടാ, ആംഗിൾ എക്ക് ഓപ്പോസിറ്റ്, ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആണ് ആര് വരുന്നത്? പി എം. അതുപോലെ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ആണ് ക്യു എം വരുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണ്. സോ എം എന്ന് പറയുന്ന പോയിന്റ് എ ബിയുടെ എ എമ്മും ബി എമ്മും ഈക്വൽ ആയതുകൊണ്ട് എം എന്ന് പറയുന്നത് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എം എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ്. എം എ ബിയുടെ മധ്യബിന്ദുവാണ്. എം എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ്. സെറ്റാണോ? ഓക്കെ ആണോ? ഡൗട്ടില്ലല്ലോ. അതറിഞ്ഞാൽ മതി. ഡൗട്ടില്ലല്ലോ? ഇല്ല, സെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പം അടുത്ത കാര്യം എല്ലാവരും പഠിച്ചു വെച്ചോ. സിമ്പിളാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഡ്രോ എ ലൈൻ ഓഫ് 5.5 സെൻറ്റിമീറ്റർ ലോങ്. എന്നിട്ട് സെറ്റ് സ്ക്വയർ മാത്രം ഉപയോഗിച്ച് 5.5 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കാം. എ ബിൻ്റെ നീളത്തിലെയാ 5.5 സെൻറ്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടത്. 5.5. ഇനി സെറ്റ് സ്ക്വയറിൽ നിങ്ങൾക്ക് 30 ഡിഗ്രിയുള്ള ആംഗിൾ കാണാൻ പറ്റും. ഓക്കെ, 30 ഡിഗ്രിയുള്ള ആംഗിൾ എടുത്തിട്ട് മക്കളെ 30 ഡിഗ്രി നേരെ മുകളിലേക്ക് വരയ്ക്കുക. 30 ഡിഗ്രി നീളത്തിലുള്ള സെറ്റ് സ്ക്വയർ അതിൽ നിങ്ങളുടെ കയ്യിൽ 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ കാണാം. ഒന്ന് ഇങ്ങനെയുള്ള സെറ്റ് സ്ക്വയർ. ഓക്കെ, അതിലെ ആംഗിൾ ഇത് 30 ആയിരിക്കും, ഇത് 90 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റ് സ്ക്വയർ കൂടെ കാണാം. എല്ലാവരും ശ്രദ്ധിച്ചേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റ് സ്ക്വയർ കാണാം. ഇതിലെ ആംഗിൾ 45, 90 എന്നാണ്. 45, 90. അങ്ങനെ വരുമ്പോൾ ആ ട്രയാങ്കിളിൽ ഇതിലേതെങ്കിലും ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ നമ്മൾ 30 ഡിഗ്രി വരയ്ക്കാൻ ശരിക്കും എന്ത് ഉപയോഗിച്ചാൽ മതി? ഈ മൂല വെച്ചിട്ട് നമുക്ക് 30 ഡിഗ്രി വരയ്ക്കാം. വരച്ചൂടെ? വരയ്ക്കാം. അപ്പോൾ ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 30 ഡിഗ്രിയിൽ നിങ്ങളൊരു 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു വിചാരിക്കും. ഓക്കെ, 30 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ, 30 ഡിഗ്രിയിൽ ഒരു 3 സെൻറ്റിമീറ്റർ താഴോട്ടും വരയ്ക്കാം. ഓക്കെ, ഇവിടെ 30 ഡിഗ്രി. സെറ്റാണല്ലോ. എന്നിട്ട് ഈ 2 ലൈനും ഒന്ന് യോജിപ്പിച്ചാൽ കഴിഞ്ഞു. നമുക്ക് കിട്ടും എം എന്ന് പറയുന്ന ഈ പോയിന്റ് എന്താണ്? എ ബിയുടെ മധ്യബിന്ദുവാണ്. സെറ്റാണല്ലോ. പ്രൊട്ടക്ടർ വേണ്ട, ഒന്നും വേണ്ട, സിമ്പിളായിട്ട് വരയ്ക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സോ നിങ്ങളെല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിന് ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ 5x + 6 എന്ന് പറയുന്നത് 36 ആണെങ്കിൽ എത്രയാണ് മക്കളെ x എന്നുള്ളത്? നിങ്ങൾ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.